ഹായ്, ഞാൻ ഫിജി തോമസ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിക്ഷേപ പദ്ധതിയെ കുറിച്ച് പറയാനാണ്. അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുള്ള ഒരു നിക്ഷേപ പദ്ധതി. ഒറ്റത്തവണയായി നിങ്ങൾ 22,000 രൂപ നിക്ഷേപിക്കുക. ഒരു ദിവസം 60,000 രൂപ വരെ വരുമാനം. അപ്പോഴോ ഒരു മാസമാകുമ്പോൾ 20 ലക്ഷം രൂപ വരുമാനം. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ പദ്ധതി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രത്യേക താല്പര്യമെടുത്ത് നടപ്പാക്കുന്ന പദ്ധതി. നോക്കാം അതെങ്ങനെയെന്ന്. Anyone who opens an account in my program today can earn 60,000 rupees in just one day and up to 2 million rupees per month. അങ്ങനെ നിർമ്മല സീതാരാമൻ പറഞ്ഞതനുസരിച്ച് ആ വീഡിയോയ്ക്ക്, അവരുടെ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത ലിങ്കിന്റെ പേര് തന്നെ വിചിത്രമാണ്. konayakabudiyai.com അങ്ങനെ മറ്റാണ്. ഒരു വിദേശ വനിതയുടെ ഇമേജ് ഒക്കെയാണ് അതിൽ ഇട്ടിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ചേരുക എന്നത് സംബന്ധിച്ച വിവരം. പിന്നെ അതിനുശേഷം രജിസ്ട്രേഷൻ ഫ്രീ ആണ് എന്ന് പറയുന്നു. നമ്മുടെ പേര് കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഇമെയിൽ അഡ്രസ് കൊടുക്കുക, കോൺടാക്ട് നമ്പർ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇതാണ് പ്രോസസ്. അതിനുശേഷം ഇതിൽ വ്യക്തമായി പറയുന്നത്, ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എ സ്പെഷ്യലിസ്റ്റ് വിൽ കോൾ യു, എക്സ്പ്ലെയിൻ ഓൾ ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പെട്ടെന്ന് തന്നെ ഈ പദ്ധതിയിലേക്ക് എത്തൂ. ഇതിന്റെ ലിങ്ക്, പദ്ധതിയിൽ ചേരാനുള്ള അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിലുണ്ട് എന്ന്. ഇങ്ങനെയാണോ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക? പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പ്രതിപക്ഷം ശക്തമായി ആഞ്ഞടിക്കുന്നു. നിർമ്മല സീതാരാമൻ ഇക്കാര്യത്തിൽ അഴിമതി കാണിക്കുന്നു, ഇത് പണം തട്ടാനുള്ള വകുപ്പാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ്, your behavior is unworthy of your high office. Your accusations are groundless, so stop talking nonsense. അതിന് മറുപടിയായി നിർമ്മല സീതാരാമൻ പറയുന്നു, ഇത് യഥാർത്ഥ പദ്ധതിയാണ്, ഇത് കേന്ദ്ര സർക്കാരിന്റെ അനൗൺസ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നു. മറ്റഴിമതികളൊന്നും ഇല്ല എന്ന് പറയുന്നു. കണ്ടില്ലേ, ഇതാണ് തട്ടിപ്പ്, വമ്പൻ തട്ടിപ്പ്. കേന്ദ്ര സർക്കാരിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ്. കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഒരു പദ്ധതിയില്ല. നിർമ്മല സീതാരാമൻ ധനമന്ത്രി ഇത് പ്രഖ്യാപിച്ചിട്ടുമില്ല, പ്രതിപക്ഷം എതിർത്തിട്ടുമില്ല. എന്താണ് സംഭവിക്കുന്നത്? പാവപ്പെട്ടവരെ, സാധാരണക്കാരെയൊക്കെ ഈ ഒരു ചതിക്കുഴിയിൽ വീഴ്ത്തി പണം തട്ടാനുള്ള ശ്രമം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഈ ചതിക്കുഴിയിൽ വീഴും, ഉറപ്പാണ്.